ഞാനിന്ന് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലോട്ട് പോയി. ഇത് ഒരുമാതിരി നമ്മുടെ മലക്കറിയിലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. അത് കാ വീണ് കിളിച്ചതാണ്. ഇഷ്ടം പോലെ കായുണ്ടായിരുന്നു. നേരത്തെയും ഞാൻ അത് കണ്ടു. അപ്പോൾ എൻ്റെ ഒരു അനുജത്തി മിൻസ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. മിൻസ് വന്നപ്പോൾ മിൻസിൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചെടി, വിഷമില്ലാത്ത പച്ചക്കറി വഴുതനയൊക്കെ വേണമെന്ന് ചോദിച്ചു. എന്നാത്താ മോൾക്ക് നാളെ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാം സ്കൂളിൽ. ശകലം മതി, LKG പഠിക്കുന്ന കുട്ടിയാണ്, അവൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാണ്ട കണ്ടോ, എന്തോ ഒരു ജീവി തിന്നിരിക്കുകയാണ് ഈ വഴുതനങ്ങയല്ല. ഇഷ്ടം പോലെ വഴുതനങ്ങ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ മഴയായപ്പോൾ മൊത്തവും കാട് കയറി. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്ക് കുറേ കാടൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ കാടുള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇനി പറിച്ചുള്ള മഴയായതുകൊണ്ട് പറ്റിയില്ല. എന്നാലും ഇഷ്ടം പോലെ വഴുതനങ്ങയൊക്കെ ഉണ്ട്. ഒരു കൊലയും പിടിച്ച് നിൽപ്പുണ്ട് കണ്ടോ. ഇനി ആ കൂമ്പെടുത്ത് തോരൻ വയ്ക്കണം. ആ കൂമ്പ് നാളെ എങ്ങാനും പറിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട്. നമ്മുടെ കൃഷിയിടങ്ങളാണ്, നമ്മുടെ കൃഷി ഇടമാണ് കാണിക്കുന്നത്. അതായത് പ്ലാവ് നട്ടതാണ് നമ്മൾ. അപ്പോൾ അത് ഇയർലി വിയറ്റ്നാം, അത് എനിക്ക് തോന്നുന്നത് കളയൊക്കെ വീണ് തുടങ്ങി, ഉടനെ കായ്ക്കും എന്നാണ് തോന്നുന്നത്. ഈ പഴക്കൊല കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. മക്കൾക്ക് നല്ല വിഷമില്ലാത്ത പഴമൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ എൻ്റെ മത്തയാണത്. അപ്പോൾ ഇപ്പം നല്ലതാണ് കർക്കിടക മാസത്തിൽ പത്തില തോരനൊക്കെ വയ്ക്കാം. എൻ്റെ വഴുതനങ്ങ വേറെ സൈസ് വഴുതനങ്ങയാണത്. അപ്പോൾ എനിക്ക് കുറേ വഴുതനങ്ങ മൂടുണ്ട്, നല്ല ഇതായിട്ടുണ്ട്. ഞാൻ നല്ല വഴുതനങ്ങ കൃഷിയൊക്കെ ചെയ്ത് നേരത്തെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് വഴുതനങ്ങ. അതുപോലെ തന്നെ ഇത് കപ്പക്കിഴങ്ങാണ്. കപ്പക്കിഴങ്ങ്, അതായത് ഇപ്പോൾ ഈ ഡയറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് കപ്പക്കിഴങ്ങ് കഴിക്കും. പിന്നെ ചേമ്പ് നട്ടിരിക്കുക. അതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ കൃഷി നമ്മൾ ചെയ്തിട്ടേക്കാണ്. കപ്പയുണ്ട് നമ്മുടെ ഈ പുരയിടത്തിൽ. നേരത്തെ നമ്മൾ വയലിലെ കപ്പയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് പുരയിടത്തിലാണ്. നമ്മുടെ പുരയിടത്തിൽ നമ്മൾ എല്ലാം കൂടെ സമ്മിശ്ര വിള നട്ടിരിക്കുകയാണ്. കപ്പയുണ്ട്, വാഴയുണ്ട്, ചേമ്പുണ്ട്, അത്യാവശ്യം പച്ചക്കറികൾ, ചീര, വഴുതന, മത്ത, തടിയൻക, കുമ്പളം, ഇതെല്ലാം നമ്മളിവിടെ നട്ടിട്ടുണ്ട്. നല്ല ഇതാ കണ്ടോ, ഒരു പണ കോരി നമ്മൾ ഇട്ടിരിക്കുന്നതാണ് കാണുന്നുണ്ട്. വളരെ പൈപ്പ്, ഗവൺമെൻറ്റിൻ്റെ പൈപ്പാണത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചു. പിന്നെ ദേണ്ടേ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ നട്ട പച്ചമുളകാണ്. അപ്പം മിന്നു പറഞ്ഞു അമ്മച്ചിക്ക് ഇച്ചിരി പച്ചമുളക് കൊടുത്തു വിടാൻ പറഞ്ഞു. അങ്ങനെ പറിച്ചതാണ്. കാന്താരി ഇഷ്ടം പോലെ ഉണ്ട്, അതും അവർക്ക് വേണം. നല്ലതാണല്ലോ കാന്താരി ചമ്മന്തിയും ചോറും, ചൂട് ചോറും കാന്താരി ചമ്മന്തി സൂപ്പറാണ്. അവിടെ മത്ത പിടിച്ചിരിക്കുക, അതിൻ്റെ പൂ പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ വിളവെടുക്കാം മത്തങ്ങ. മത്തയിലയുണ്ട്, മത്തയില തോരൻ വയ്ക്കാൻ. അതിൻ്റെ അടുത്ത് തന്നെ കണ്ടേ ഇത്രയൊക്കെ കാന്താരി കുറേ കിട്ടി. നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെയാണ് ഈ കാണിക്കുന്നുണ്ട്. കാന്താരി ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. കുറച്ച് വെറുതെ എന്തിനാ പറിച്ച് വെച്ച് കളയുന്നത്, കുറേ ഉണ്ട്. അപ്പോൾ കാന്താരി പിന്നെ ഇത്രയും വഴുതനങ്ങയെ പറിച്ചുള്ളൂ. കാരണം മിന്നുവിൻ്റെ മോൾക്ക് കൊടുക്കാനാണത്. അവൾക്ക് ഫ്രൈ ചെയ്തിട്ട് കുമ്പളങ്ങ നേരത്തെ പറിച്ച് വെച്ചിട്ട് കുമ്പളങ്ങ, ഇത് നല്ല അടിപൊളി സൂപ്പർ കുമ്പളങ്ങ. ഇഷ്ടംപോലെ കുമ്പളങ്ങയുണ്ട്. ഇത്രയും ഞാൻ മിന്നുവിന് കൊടുക്കുക കേട്ടോ. ഇത്രയും സാധനം മിന്നുവിന്. ഇതിനിപ്പോൾ എത്ര രൂപ വില മതിക്കും ഇത്രയും സാധനങ്ങൾക്കും കൂടെ ഒന്ന് പറയണേ ഗൈസ്, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരു കുമ്പളങ്ങ, തടിയൻക, കാന്താരി, പച്ചമുളക്, വഴുതന, ഇതെല്ലാം കൂടെ എത്രയുണ്ടെന്നൊന്ന് നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പച്ചക്കറി വിഭവങ്ങൾ.